കഴിഞ്ഞ പ്രാവശ്യം വായിച്ച ആ ഭാഗം ഒന്നും കൂടെ വായിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതേ പ്രകാരത്തിൽ തന്നെ വിദ്വാൻമാരായ മറ്റുള്ളവരും സർവ്വവസ്തുക്കളിൽ നിന്നും സാരാംശത്തെ മാത്രം സ്വീകരിച്ചു. തനിക്ക് വേണ്ടുന്ന വസ്തുക്കളെ പൃഥു മഹാരാജാവ് കറന്നെടുത്തതിന് ശേഷം മറ്റുള്ള മഹാത്മാക്കളും താങ്കളുടെ സമൂഹത്തിന് ആവശ്യമായ പദാർത്ഥങ്ങളെ ഇഷ്ടാനുസരണം കറന്നെടുത്തു. പൃഥുവിന്റെ ശാസനയ്ക്ക് വിധേയയായ ഭൂമിദേവി എല്ലാവരുടെയും ആഗ്രഹം നിറവേറ്റിക്കൊടുത്തു. ഇപ്പൊ പൃഥു മഹാരാജാവ് ഉദാഹരണം കാണിച്ചു. തൻ്റെ പ്രജകൾക്ക് ആവശ്യമായിട്ടുള്ള നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ളത് കറന്നെടുത്തു. അതേ പ്രകാരത്തിൽ തന്നെ വിദ്വാൻമാരും അറിവുള്ളവരും ബാക്കിയുള്ളവരും വിദ്വാൻമാരായ മറ്റുള്ളവര് സർവവസ്തുക്കളിൽ നിന്നും സാരാംശത്തെ മാത്രം സ്വീകരിച്ചു. മുഴുവൻ എടുത്തില്ല, വേണ്ടത് മാത്രം എടുത്തു. ഈ വേണ്ടതെടുക്കാൻ കഴിയുന്നതാണ് അറിവിന്റെ ലക്ഷണം. അല്ലാതെ പൂവിൽ എത്തിച്ചേരുന്ന വണ്ടിന് അതിൽ നിന്ന് എന്താണ് എടുക്കേണ്ടത് എന്ന് അറിയാൻ സാധിച്ചില്ലെങ്കിൽ അത് പൂവ് മുഴുവൻ എടുത്തുകൊണ്ട് പോകും. പൂവ് മുഴുവൻ എടുത്തുകൊണ്ട് പോയാൽ അതിനാവശ്യമായിട്ടുള്ള തേൻ അതിന് നഷ്ടപ്പെട്ടു പോയേക്കാം. അതുകൊണ്ട് ആവശ്യമുള്ളതിനെ തിരിച്ചറിയുവാനും അറിവ് വേണം. അതിനാണ് അറിവ്. അതാണ് അറിവ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അനിവാര്യമായത് എന്താണ് എന്ന് തിരിച്ചറിയുവാൻ വേണ്ടിയിട്ടുള്ളതാണ് അറിവ്. അതിനു വേണ്ടിയിട്ടാണ്, ആ തിരിച്ചറിവാണ് ഉണ്ടാകേണ്ടത്. അതാണ് ഇന്നില്ലാതെ പോകുന്നതും. അതുകൊണ്ടാണ് സോഡിയം വെള്ളത്തിലിട്ടതുപോലെ ഈ ലക്ഷ്യം ഏതാണെന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറെ ഒച്ചയുണ്ടാക്കി കുറെ തീ പാറിപ്പിച്ചുകൊണ്ട് നടക്കുകയാണ്. വിദ്യാഭ്യാസം ഈ തിരിച്ചറിവുണ്ടാക്കി തരേണ്ടതാണ്. ഒരാൾക്ക് വേണ്ടത് എന്താണ് എന്ന് തിരിച്ചറിവുണ്ടാക്കി കൊടുക്കാൻ ഉള്ളതാണ് വിദ്യാഭ്യാസം. അതിനാണ് വാസ്തവത്തിൽ ഈ വിദ്യ അഭ്യസിക്കുന്നതും. ഒരുപാട് വിഷയങ്ങളിലെ നമ്മളെ പരിചയപ്പെടുത്തുന്നതും അതിനു വേണ്ടിയിട്ട് തന്നെയാണ്. ഈ പല വിഷയങ്ങളിൽ നമുക്കിഷ്ടമുള്ള വിഷയം ഏതാണ് എന്ന് തിരിച്ചറിയുവാൻ വേണ്ടിയിട്ടാണ് പല വിഷയങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ലോകത്തുള്ള അറിവിന്റെ ശാഖകളിൽ പലതിനെയും അതിനു വേണ്ടിയിട്ടാണ് പരിചയപ്പെടുത്തി തരുന്നത്. അത് ഒരു മത്സര രംഗമാക്കി മാറ്റി നമ്മൾ. ഈ വിവിധ വിഷയങ്ങളിൽ ഒരാൾക്ക് വേണ്ടുന്നത് എന്താണ് എന്ന് തിരിച്ചറിയാൻ ആളെ സഹായിക്കുന്നതിന് പകരം അതൊരു മത്സര രംഗമാക്കി നമ്മൾ മാറ്റി. അങ്ങനെ വന്നപ്പോൾ പഠിപ്പ് ഒരു രസകരമായ പ്രവൃത്തിയല്ലാതെയായി തീർന്നു. അറിയുവാൻ ജിജ്ഞാസയുള്ള കുട്ടികളുടെ ജിജ്ഞാസയെ കെടുത്തുന്നത് ഈ മത്സരം ആണ്. താൻ പഠിച്ചതിൽ തനിക്ക് എത്ര മനസ്സിലായി എന്നറിയുവാൻ സഹായിക്കുന്ന പരീക്ഷകളെ മറ്റുള്ളവരെക്കാൾ മുകളിൽ പോകാനുള്ള വഴിയായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ വിദ്യാഭ്യാസം വെറും അഭ്യാസമായി മാറി. തിരിച്ചറിവുകളെ തരുന്നതിന് പകരം അറിവാർജിക്കുന്നത് ഹിംസാത്മകമായ പ്രവൃത്തിയായി മാറി. മത്സരം ഹിംസാത്മകമാണ്. വേറൊരാളേക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങണം എന്ന ത്വരയോടുകൂടി തൻ്റെ ഉള്ളിലുള്ള കഴിവുകളെ മുഴുവൻ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ത്വരയല്ല, തൻ്റെ സഹപാഠികളെക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങിക്കാനുള്ള ത്വരയാണ് ഇന്ന് കൂടുതൽ. താൻ കൂടുതൽ മാർക്ക് വാങ്ങിക്കാൻ ഉള്ള ത്വരയോടുകൂടി പഠിക്കുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നവരെക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങിക്കണം എന്ന മത്സര ബുദ്ധിയോടുകൂടി നാം പഠിച്ച് ജയിക്കുമ്പോൾ നമുക്കൊരു പക്ഷെ സന്തോഷമുണ്ടാകാം. പക്ഷെ മറ്റു പലർക്കും പരാജയബോധം സമ്മാനിച്ചുകൊണ്ടാണ് ആ വിജയം ഉണ്ടാകുന്നത്. ആ പരാജിതരുടെ ജീവിതത്തിൽ ആ പരാജയ ഭാരം എത്ര കാലം അവർ പേറേണ്ടി വരും എന്നും നാം തിരിച്ചറിയുന്നില്ല. അപ്പൊ മറ്റു പലരുടെയും മനസ്സുകളെ വിഷമിപ്പിച്ചുകൊണ്ട് ഒന്നോ രണ്ടോ ആൾക്കാർ വിജയിക്കുന്ന രീതി ഹിംസാത്മകമാണ്. ഇതൊക്കെ വേണ്ടി വരുന്നത് അവരവരിലെ കഴിവുകൾ കണ്ടെത്തുവാൻ വിദ്യാഭ്യാസം സഹായിക്കാതെ പോകുന്നത് കൊണ്ടാണ്.
ജോലിക്ക് വേണ്ടിയിട്ടുള്ളതാണ് വിദ്യാഭ്യാസം എന്ന രീതി ആണ് ഈ ഹിംസയ്ക്ക് കാരണമായിട്ടുള്ളത്. ഒരു ക്ലാസ്സിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള ഒരാൾ, ഒരുപാട് പഠിച്ചതിന് ശേഷവും വേറൊരാളുടെ പുറകിലാകേണ്ടി വന്ന വിഷമഭാരവും പേറി ജീവിക്കുന്ന ഒരാൾക്ക് ആ ഭാരം ഇറക്കി വെക്കാൻ എന്നാണാവോ കഴിയുക? ആ ആളുടെ ജീവിതത്തിൽ ഇതൊരു വലിയ പ്രശ്നമായിട്ട് തീർന്നേക്കാം. ക്രമേണ ആൾക്കാരെ അഭിമുഖീകരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായേക്കാം, കൂടുതൽ വിഷയങ്ങൾ പഠിക്കുന്നതിന് പ്രയാസമുണ്ടായേക്കാം, ഇതൊക്കെ സംഭവിക്കാം. അങ്ങനെ ഹിംസയാണ്, തിരിച്ചറിവുണ്ടാക്കുന്നില്ല. ഈ തിരിച്ചറിവിന് പകരം ഹിംസാത്മകമായ രീതിയിൽ മത്സരം ഹിംസയാണ്. കാമക്രോധ ലോഭ മോഹ മത മാത്സര്യാദികളാകുന്ന ഷഡ്വൈരികളെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് പലരും പഠിപ്പിക്കുന്ന ഒരു മഹാഗ്രന്ഥമാണ് ഭഗവത്ഗീത. ആ ഭഗവത്ഗീത തന്നെ ഇന്ന് മത്സരത്തിന് ഉപയോഗിക്കുമ്പോൾ അർത്ഥമറിയാതെ ശ്ലോകം ചൊല്ലി മത്സരിക്കുകയാണ് ഇവിടെ പലരും. മത്സരത്തിന് ഉപയോഗിക്കുമ്പോൾ വാസ്തവത്തിൽ കാമക്രോധ ലോഭ മോഹ മത മാത്സര്യാദി ഷഡ്വൈരികളെ ഇല്ലാതാക്കാനാണോ നാം ശ്രമിക്കുന്നത് എന്നുള്ളത് ഇവിടെ ചിന്തിക്കേണ്ടതാണ്. ഭാരതീയ സംസ്കൃതിയിലുള്ള മിക്കവാറും എല്ലാ ഗ്രന്ഥങ്ങളും ഇന്ന് മത്സരത്തിന് ഉപയോഗിക്കപ്പെടുന്നവരാണ്. കർക്കടക മാസമായാൽ രാമായണം ക്വിസ്. ആൾക്കാർ പറയുന്നത് അങ്ങനെ പഠിച്ചാലാണ് കുട്ടികൾക്കത് ഓർമ്മ നിൽക്കുക എന്നാണ്. പരീക്ഷ എഴുതി കഴിഞ്ഞാൽ പഠിച്ചതെല്ലാം മറക്കുന്ന സ്വഭാവമാണ് നമ്മളിൽ പലർക്കും ഉള്ളത്. പഠിക്കുന്നത് തന്നെ പരീക്ഷ എഴുതാൻ വേണ്ടി മാത്രമാണ്. പരീക്ഷ എഴുതുന്നത് തൻ്റെ ഉള്ളിലുള്ള കഴിവിനെ പുറത്തു കൊണ്ടുവന്ന് താൻ എത്ര അറിഞ്ഞു എന്ന് മനസ്സിലാക്കാനല്ല, മറ്റുള്ളവരെക്കാൾ മുമ്പിൽ പോകാനാണ്. മറ്റുള്ളവരെക്കാൾ മുമ്പിൽ പോകാനുള്ള ത്വരയോടുകൂടി ആണ് നമ്മൾ പഠിച്ച് പരീക്ഷ എഴുതുന്നത്. പരീക്ഷ എഴുതി കഴിഞ്ഞാൽ പരീക്ഷാ ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പഠിച്ചതെല്ലാം മറക്കുന്ന ബഹുഭൂരിപക്ഷം ആൾക്കാരുമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അവരെന്ത് പഠിക്കും എന്നാണ് ഈ പറയണത്? ഇതൊക്കെ എന്തിനാ നമ്മൾ മത്സരിക്കാൻ ഉപയോഗിക്കുന്നത് എന്നും മനസ്സിലാവുന്നില്ല. ഈ കഥകളൊക്കെ അതിമനോഹരമാണ്. നന്നായി പറഞ്ഞാൽ ആർക്കും രസിക്കും. എല്ലാവരുടെ ഉള്ളിലും ഒരു കൊച്ചുകുട്ടിയുണ്ട്, കഥ കേൾക്കുവാൻ താല്പര്യമുള്ള ഒരു കൊച്ചുകുട്ടിയുണ്ട്. ആ കുട്ടി കേട്ടുകൊള്ളും. നേരെ മറിച്ച് ഒരു ഭാഗത്ത് കാമക്രോധ ലോഭ മോഹ മത മാത്സര്യങ്ങളെ ഇല്ലാതാക്കാൻ എന്ന് പറയുക, അതിന് ആ കാമക്രോധ ലോഭ മോഹ മത മാത്സര്യാദികൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടെന്ന് പറയുന്ന ഗീതാ പഠനത്തെ മത്സരത്തിന് ഉപയോഗിക്കുക. അപ്പോൾ ഇത് പഠിപ്പിക്കുന്നവരിൽ എത്ര പേർക്ക് ഇത് മനസ്സിലായി എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. പഠിക്കുന്നവരുടെ കാര്യം പോട്ടെ, പഠിപ്പിക്കുന്നവരുടെ കാര്യം എടുക്കുക. നമ്മള് ലൗകിക വിദ്യാഭ്യാസ രീതിയെ, ഇന്നത്തെ ലൗകിക വിദ്യാഭ്യാസ രീതിയെ ആധ്യാത്മികതയിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് ശരിക്കുമുള്ള ആധ്യാത്മിക വിദ്യ തന്നെയാണോ പകർന്നു കൊടുക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടതല്ലേ? തിരിച്ചറിവുണ്ടാകാൻ സഹായിക്കുന്ന വിദ്യാഭ്യാസം ആണ് വേണ്ടത്. അതിന് മത്സരമൊന്നും വേണ്ട. കൂടിയല്ല ജനിക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്തും മത്സരിക്കുന്നതെന്തിന്നു നാം വൃഥ എന്ന പൂന്താനത്തിൻ്റെ വരികൾ ഇവിടെ ഓർക്കേണ്ടതാണ്. ഞാൻ ഈ പറഞ്ഞതുകൊണ്ടൊന്നും പ്രത്യേകിച്ചൊരു കാര്യവുമുണ്ട് എന്ന തോന്നൽ എനിക്കുള്ളത് കൊണ്ടല്ല, പക്ഷേ എൻ്റെ അഭിപ്രായങ്ങൾ എവിടേക്കെങ്കിലും ഒക്കെ ശക്തമായി പറയേണ്ടേ എന്നുള്ളത് കൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. മത്സരങ്ങൾ ഇനിയും തുടരും. ഗീതാശ്ലോക മത്സരങ്ങൾ ഇനിയും തുടരും. ഈ ഗീതാശ്ലോകങ്ങൾ ചൊല്ലി മത്സരിച്ചവരിൽ എത്ര പേർ അതിൻ്റെ സാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പിൽക്കാലത്ത് ജീവിച്ചിട്ടുണ്ട് എന്നും കൂടി നമ്മളൊന്ന് കണക്കെടുക്കേണ്ടതാണ്. അപ്പൊ ഇവിടെ ഓരോരുത്തർക്കും വേണ്ടത് എന്താണ് എന്ന് തിരിച്ചറിയുവാൻ അറിവുണ്ടാകണം. അതിനുള്ളതാണ് വിദ്യാഭ്യാസം.
അതിലെ ആ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞപ്പം ഞാൻ എൻ്റെ ചില ചിന്തകൾ പങ്കുവെച്ചു എന്ന് മാത്രം. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തള്ളി കളഞ്ഞോളൂ, വിരോധമൊന്നുമില്ല. പക്ഷെ എൻ്റെ ശക്തമായ അഭിപ്രായമാണ് അത്. എന്നെ തല്ലണ്ടമ്മാവാ, ഞാൻ നന്നാവില്ല. ഇതാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾക്ക് തള്ളിക്കളയാം. ഇനി അതല്ല, വിദ്യാഭ്യാസം കൊണ്ട് അതിന് വഴിയില്ല, തിരിച്ചറിവില്ല. നമ്മുടെ സ്കൂൾ കോളേജ് വിദ്യാഭ്യാസം ഗവേഷണം പോലും തിരിച്ചറിവുണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്നതല്ലാതായി മാറിയ നാട്ടിലാണ് ഞാനും നിങ്ങളും ഇന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ അവയർനെസ് മെഡിറ്റേഷനാണ് അതിനൊരു മറുപടി. അവയർനെസ് മെഡിറ്റേഷൻ ശീലിക്കുന്ന ഒരാൾക്ക് അവരവരെ അറിയാൻ സാധിക്കും. അവരവരെ അറിയുമ്പോൾ അവർക്ക് വേണ്ടതും വേണ്ടാത്തതും തിരിച്ചറിയാൻ സാധിക്കും. ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് അവർക്ക് വേണ്ടത് മാത്രം തിരഞ്ഞെടുക്കാൻ സാധിക്കും. ഒരുപാട് പുഷ്പങ്ങളിൽ നിന്ന് തനിക്ക് വേണ്ട തേൻ മാത്രം തിരഞ്ഞെടുക്കുവാൻ വണ്ടിന് സാധിക്കുന്നത് പോലെ നമുക്കും അതിന് സാധിക്കും. ഈ അവയർനെസ് മെഡിറ്റേഷൻ വളരെ കൃത്യമായി 2 നേരം പരിശീലിക്കുകയാണെങ്കിൽ, അത് വളരെ വിശദമായി പറഞ്ഞു കഴിഞ്ഞു, അത് പരിശീലിക്കുകയാണെങ്കിൽ അവരവർക്ക് വേണ്ടത് എന്താണ് എന്ന് തിരിച്ചറിയും. ആ കാര്യങ്ങൾ നേടാൻ വേണ്ടി പരിശ്രമിക്കും. അത് നേടിക്കഴിഞ്ഞാൽ സ്വസ്ഥതയുള്ളവരും സമാധാനമുള്ളവരും സമൃദ്ധിയുള്ളവരും ആയിത്തീരുകയും ചെയ്യും. അപ്പം ഇത് വളരെ പ്രധാനപ്പെട്ട അറിവാണ്. ഇന്നത്തെ ആധുനിക വിദ്യാഭ്യാസ സമ്പ്രദായത്തെ നമുക്ക് മാറ്റാൻ പറ്റില്ല. അതൊരു വലിയ പ്രോസസ്സാണ്. അതിനൊന്നും മാറ്റാൻ നമുക്ക് പറ്റില്ല. പക്ഷേ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്ന രീതി നമുക്ക് മാറ്റാം. ലൗകിക വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ മാത്സര്യ ബുദ്ധിയെ ആധ്യാത്മികതയിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. നമ്മുടെ ആധ്യാത്മികത മത്സരമുക്തമാകാൻ നമുക്ക് പരിശ്രമിക്കാം. എന്തിനാണ് ഇത് ചൊല്ലി മത്സരിപ്പിക്കുന്നത് കുട്ടികളെ? എന്നിട്ട് കൊടുക്കുന്ന സമ്മാനമോ പറയുമ്പോൾ ഒന്നും തോന്നരുത്. ഈ കൊടുക്കുന്ന സമ്മാനങ്ങൾ ഒരു ഗുണനിലവാരവും ഇല്ലാത്ത സമ്മാനങ്ങളാണ് പലപ്പോഴും. അതുകൊണ്ട് ഈ ഗുണനിലവാരമില്ലാത്ത സമ്മാനങ്ങൾ വാരിക്കൂട്ടുവാൻ വേണ്ടി നമ്മുടെ മക്കളെ ആധ്യാത്മിക മത്സര രംഗത്തേക്ക്, സ്കൂളിലേക്ക് നമുക്കിനി ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല, ആധ്യാത്മിക മത്സര രംഗത്തേക്ക് വിടേണ്ടതായിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതാണ്. അവർക്ക് കഥ പറഞ്ഞു കൊടുക്കണം, അവർക്ക് ഈ സംസ്കൃതി മനസ്സിലാകണം. അതിന് അവരുടെ ഉള്ളിലുള്ള മത്സര ബുദ്ധിയെ ഊതി വർദ്ധിപ്പിക്കേണ്ടുന്ന കാര്യം ഇല്ല. അല്ലാതെ തന്നെ അത് സാധിക്കുമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ ഇവിടെ വിദ്വാൻമാരായ മറ്റുള്ളവരും മഹാരാജാവ് ചെയ്തതുപോലെ തന്നെ അവരവർക്ക് ആവശ്യമായിട്ടുള്ള സാരാംശത്തെ മാത്രം സ്വീകരിച്ചു, വേറൊന്നും സ്വീകരിച്ചില്ല. വരാൻ പോകുന്ന തലമുറകൾക്ക് ആവശ്യമായിട്ടുള്ളതൊന്നും സ്വീകരിച്ചില്ല. അവരവർക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രം സ്വീകരിച്ചു. തനിക്ക് വേണ്ടുന്ന വസ്തുക്കളെ പൃഥു മഹാരാജാവ് കറന്നെടുത്തതിന് ശേഷം അവിടെ ബാക്കിയുണ്ടായിരുന്നു. ഞാനോ നിങ്ങളോ ആയിരുന്നു ആ കറന്നെടുക്കാൻ പോകുന്നത് എങ്കിൽ പുറകെ നിൽക്കുന്ന ഒരാൾക്കും ഒന്നും കിട്ടാത്ത രീതിയിൽ കറവ വറ്റിച്ച് കറന്നെടുത്തേനെ. അതിനാണല്ലോ നമ്മൾ ഈ ഉന്തും തള്ളും കൂട്ടി മുൻപിലെത്താൻ എപ്പോഴും സദാ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം എനിക്ക് മുമ്പേ വേറൊരാളാണ് കറക്കുന്നതെങ്കിൽ എനിക്ക് കറന്നെടുക്കാൻ വല്ലതും ബാക്കി ഉണ്ടാകുമോ എന്ന സംശയം എൻ്റെ ഉള്ളിലുണ്ട്. എന്താ എനിക്ക് അങ്ങനെ ഒരു സംശയം വരാൻ കാരണം? ഞാനാണ് ആദ്യം കറന്നെടുക്കുന്നതെങ്കിൽ മുഴുവൻ ഊറ്റിയെടുത്തിട്ടേ ഞാൻ വിടുകയുള്ളൂ. എന്നെ പോലെ തന്നെ ആയിരിക്കാം ബാക്കിയുള്ളവർ എന്നുള്ളത് കൊണ്ടാണ് ഈ ഇടിച്ചു കയറുവാനുള്ള ഒരു ത്വര ഉണ്ടാകുന്നത്. ഇപ്പം മുമ്പേ പോയ ആൾ എന്താ ചെയ്തത്? തനിക്ക് വേണ്ടത് മാത്രം എടുത്തു. തനിക്ക് വേണ്ടുന്ന വസ്തുക്കളെ പൃഥു മഹാരാജാവ് കറന്നെടുത്തതിന് ശേഷം മറ്റുള്ള മഹാത്മാക്കളും താന്താങ്ങളുടെ സമൂഹത്തിന് ആവശ്യമായ പദാർത്ഥങ്ങളെ ഇഷ്ടാനുസരണം കറന്നെടുത്തു. അതാണ് രസം. വേണ്ടുന്ന വസ്തുക്കളെ, താന്താങ്ങളുടെ സമൂഹത്തിന് ആവശ്യമായ പദാർത്ഥങ്ങളെ ഇഷ്ടാനുസരണം കറന്നെടുത്തു. വേണ്ടുന്നതിനെ ഇഷ്ടം പോലെ എടുത്തു.
ബാക്കി വെക്കുകയാണ്. എനിക്ക് വേണ്ടത് ഞാൻ ഇഷ്ടം പോലെ എടുത്തു, പക്ഷേ എനിക്ക് വേണ്ടാത്തത് ഞാൻ എടുത്തില്ല. എനിക്ക് വേണ്ടുന്നതും വേണ്ടാത്തതും തിരിച്ചറിയാൻ പറ്റണം. അതിനാണ് നമ്മുടെ മെഡിറ്റേഷൻ സഹായിക്കുക. ഇഷ്ടാനുസരണം കടന്നെടുത്തു. പൃഥുവിൻ്റെ ശാസനയ്ക്ക് വിധേയയായ ഭൂമി ദേവി എല്ലാവരുടെയും ആഗ്രഹം നിറവേറ്റി കൊടുത്തു. പൃഥുവിൻ്റെ ശാസനയിൽ തന്നെയാണ് ഇപ്പോഴും ഭൂമിയുള്ളത്. പൃഥു തൻ്റെ ശാസന പിൻവലിച്ചതായിട്ട് എവിടെയും പറയുന്നില്ല. അപ്പോൾ ഈ ഭൂമി ഇന്നും നമുക്കെല്ലാവർക്കും ധാരാളം കിട്ടുവാൻ ഉള്ളതാണ്. ഇതിനെ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട്, പല ആശയങ്ങൾ പറഞ്ഞതുകൊണ്ട് ഈ ഭൂമിയുടെ ഓരോ പ്രദേശത്തെയും വിഭജിച്ച് ഒന്നിനെ പലതാക്കി ആ പലതിൽ അഭിരമിച്ച് ഉള്ളത് മുഴുവൻ എനിക്കും എൻ്റെ ആൾക്കാർക്കും എന്ന് പറയുമ്പോൾ ഭൂമിയിൽ ഉണ്ടാകുന്ന അനിവാര്യതയാണ് ദാരിദ്ര്യം, പട്ടിണി തുടങ്ങിയവ. ഈ ഭൂമി ഒരു കൂട്ടരുടെ സ്വത്തല്ല, ഒരു രാജ്യത്തിൻ്റെ സ്വത്തല്ല. ഈ ഭൂമി മുഴുവൻ മാനവരാശിയുടെ സ്വത്താണ്. ഈ ഭൂമിയിലെ സമ്പത്തുക്കളെ ഒരു കൂട്ടർ പിടിച്ചടക്കി വെക്കുമ്പോൾ അത് ലഭിക്കേണ്ടതായിട്ടുള്ള ഭൂമിയിലെ മറ്റൊരു ഭാഗത്തെ കൂട്ടർ ദരിദ്രരും പട്ടിണിക്കാരുമായി മാറുന്നു. അവിടെ നമ്മുടെ മഹർഷീശ്വരന്മാരുടെ ആഹ്വാനത്തെ നാം രണ്ട് ചെവിയും തുറന്ന് കേൾക്കേണ്ടതാണ്. വസുധൈവ കുടുംബകം. ഈ ഭൂമിയാണ് എൻ്റെ കുടുംബം. ഈ ഭൂമിയാണ് എൻ്റെ കുടുംബം. ഞാൻ ഏതു കുലത്തിൽപ്പെട്ടതാണ്? മാനവകുലത്തിൽ പെട്ടതാണ്.